ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഹോട്ടൽ ടാസ്ക് എന്ന ക്ലാസിക് ടാസ്ക്, ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്ക് ഓൾമോസ്റ്റ് ഏകദേശം തീരാറായിട്ടുണ്ട്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കഴിയാറായി എന്നുള്ളത് അനൗൺസ് ചെയ്ത് കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട പോലെ മെയിൻ ആയിട്ടുള്ള അടി, അതായത് ജാസ്മിനും പവർ ടീമും തമ്മിലുള്ള അടി ഇഷ്യൂ എല്ലാം ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഹൗസ് തിരിച്ച് ശാന്തമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സീസൺ 6 കണ്ടസ്റ്റന്റുകൾക്ക് എത്ര വലിയ ടാസ്ക് കൊടുത്താലും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഇന്ന് പവർ ടീമിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടി കൊളോക്ക് ചെയ്യുന്നത്. കറക്റ്റാണ്, പവർ ടീം മാത്രമാണ് ഈ ഒരു പരിപാടി കൊളോക്ക്. ബാക്കിയുള്ളവരൊക്കെ ഓൾമോസ്റ്റ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് ഫൺ ടാസ്ക് ആണെന്ന് എടുത്തെടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഒരുപാട് തവണ എടുത്തു പറഞ്ഞു, എന്നിട്ടും ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല. ഈ പവർ ടീമിലിരിക്കുന്ന അൻസിബ ആയാലും, നോറ ആയാലും, റസ്മിൻ ആയാലും, അഭിഷേക് ആയാലും, ക്യാപ്റ്റനായ ഋഷി ആയാലും, ഇവരെല്ലാവരും ബാക്കിയുള്ളവരുടെ മെക്കിട്ട് എങ്ങനെ കയറാം എന്നുള്ള രീതിയിൽ, അതായത് അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനുള്ള ഒരു സ്പേസ് ആക്കി ഒരു ഹോട്ടൽ ടാസ്കിനെ മാറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് കൊണ്ടിരിക്കുന്നത്. അൻസിബക്കൊക്കെ ഗസ്റ്റ് വന്നിരിക്കുന്ന അവരെയാണ് ഹാപ്പി ആക്കേണ്ടതെന്നുള്ള ചിന്തയില്ല. ഗസ്റ്റ് വിളിക്കുമ്പോൾ അവരുടെ മറുപടി എന്ന് പറഞ്ഞാൽ, ഗസ്റ്റ് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓണേഴ്സിന് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നത്. വന്ന ഗസ്റ്റുകളെ എങ്ങനെ ഹാപ്പി ആക്കാന്നുള്ളതിലല്ല ശ്രദ്ധിക്കുന്നത്. അവരിപ്പോഴും പവർ ടീമിൽ തന്നെ നിൽക്കുന്നത്. അവരെ മാനേജേഴ്സ് ആക്കിയത് ഒരു യൂസ് ഇല്ലാത്ത രീതിയിലാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഹോട്ടലാക്കി മാറ്റുമ്പോൾ അവർ മാനേജേഴ്സ് ആയിരിക്കുമ്പോൾ ബാക്കിയുള്ള തൊഴിലാളികളെ കോർഡിനേറ്റ് ചെയ്ത് ഗസ്റ്റുകളെ ഹാപ്പി ആക്കുക എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇവരുടെ മൈൻഡിൽ കിടക്കുന്നത് അത് ബിഗ് ബോസിൻ്റെ ഒരു വീഴ്ച. ഈ പവർ ടീമിനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർക്കും പോയിന്റ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം ചെയ്യേണ്ടായിരുന്നു. അത് ബിഗ് ബോസിന്റെ തെറ്റാണ്. അവർക്ക് ഇതിൽ നിന്നൊരു ഗസ്റ്റുകളെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഇതിൽ നിന്നൊന്നും നേടാനില്ല. അതുകൊണ്ട് തന്നെ അവരിത് അവരുടെ ഗ്രഡ്ജ് തീർക്കാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റി. അതിൽ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇതിൽ നിന്നൊന്നും നേടാനില്ല. ഗസ്റ്റുകളെ ഹാപ്പി ആക്കുന്നത് കൊണ്ട് അവർക്ക് ഇതൊന്നും നേടാനില്ല. പക്ഷെ അവർക്ക് അവർക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലൊരു ഫൺ ടാസ്ക് കിട്ടുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വോട്ടിനെ ബാധിക്കില്ലേ? നല്ല രീതിയിൽ അവർക്ക് വോട്ട് നേടാനുള്ളൊരു അവസരമല്ലേ? അതവർ ചിന്തിക്കുന്നില്ല. അവരവിടെ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജാസ്മിൻ ആയാലും അങ്ങനെയുള്ള അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, എങ്ങനെ ടോർച്ചർ ചെയ്യാം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ ഇന്നലത്തെ ടാസ്കിൽ തന്നെ സായിയുടെ ടീമിനെ പുറത്താക്കി. അവർ അത്യാവശ്യം പുറത്ത് കിടന്നിട്ടാണെങ്കിൽ അവർ തട്ടുകടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയണത്. ഒരു പരിധി കഴിഞ്ഞ് വെറുപ്പിക്കലാണ്, എന്നാലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മാനേജേഴ്സും HR കൂടി അത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളാണ് ഈ പരിപാടി കൊളോക്കിയെന്ന്. ഇതിൽ കൂടുതൽ നടക്കുന്നത് അത് സത്യം പറഞ്ഞ കൺഫെഷൻ റൂമിലല്ല വിളിച്ച് പറയേണ്ടത്. അവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരും മുന്നിൽ വെച്ച് പറയണമായിരുന്നു. എന്നാലേ അത് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അവിടെ അവർ മാനേജേഴ്സും അല്ല ഒന്നുമല്ല, അവർ പവർ ടീമിൽ അവരുടെ അധികാരം കാണിക്കാനുണ്ട്. ഗസ്റ്റുകൾ വന്നാലും പോയാലും അവർക്കൊരു തേങ്ങയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അൻസിബേനൊക്കെ ഒന്ന് രാവിലെ കിച്ചണിലേ കാണാനില്ല. ആ ഭാഗത്തോട്ട് അൻസിബ ഒന്നും വന്നിട്ടില്ല. ടാസ്ക് തുടങ്ങാറായപ്പോഴാണ് ഇവരൊക്കെ പുറത്തോട്ട് വരുന്നത്. അതിൽ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഈ ക്യാപ്പൊക്കെ. ആ ക്യാപ്പൊക്കെ പോലും വെക്കേണ്ടത് അൻസിബ അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അഭിഷേകിൻ്റെ കാര്യം പിന്നെ ക്യാപ്പ് പോയി എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പവർ റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന അഭിഷേക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫൺ എലമെന്റ്സ് അതിൽ ഒരു ഡയമണ്ട് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. കഴിഞ്ഞ സീസണിൽ മാണിക്കക്കല്ല് ടാസ്ക് പോലെ ചെയ്യാൻ അവർ കഴിഞ്ഞ സീസണിൽ ആ മാണിക്കക്കല്ല് ടാസ്ക് കണ്ടവർ ആലോചിച്ച് നോക്കിയാൽ എത്ര രസമായിട്ടാണ് ആ ഒരു ബോയ്സ് ഗ്യാങ് എന്ന് പറഞ്ഞൊരു ലേബിളിൽ തന്നെ പ്രൊമോ വന്നിട്ട് അവരത് എത്ര പ്ലാനിങ്ങോടുകൂടെയാണ് സംഭവം അടിച്ചു മാറ്റിയത്. എന്ത് രസമായിരുന്നു ആ എപ്പിസോഡുകൾ, ആ ലൈവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഇവർ തമ്മിൽ നേരെ കണ്ട അടിപൊട്ടെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അടിപൊട്ടാന്നുള്ള രീതിയിൽ. അങ്ങനെ തല്ലി തീർക്കാനാണെങ്കിൽ അതിൽ ജിൻഡോ ജയിക്കില്ലേ? ജിൻഡോടെ നിന്ന് കഴിഞ്ഞാൽ ഈ വന്ന ഗസ്റ്റുകളടക്കം ഏക്കത്തിന് ഇടിച്ചിട്ടിട്ട് ജിൻഡോ ഇറക്കി പോകും. ഇത് തല്ലി തോപ്പിക്കേണ്ട ഒരു ടാസ്ക് അല്ലല്ലോ. ഇത് ഒരു ഫൺ ടാസ്ക്കാണ് എത്ര തവണ പറഞ്ഞു കൊടുക്കാം. ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആളുകളായി പോലെ അതിൻ്റെ അകത്ത്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട പവർ ടീം. അൻസിബ നോറ, റസ്മിൻ, അതിൽ ഋഷിയും അഭിഷേകും അവർ പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു അടിമ എന്നാണ് പറയണം. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഋഷിയുടെ ചില നേരത്തെ സംസാരമൊക്കെ കേൾക്കുമ്പോഴല്ലോ സത്യം പറഞ്ഞാൽ കാലവരെ നിലത്തടിക്കാൻ തോന്നും. അങ്ങനത്തെ രീതിയിലുള്ള സംസാരമാണ്. ഗസ്റ്റുകളെ പുച്ഛിക്കണം, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഗസ്റ്റുകളെ പുച്ഛിച്ചിട്ടുള്ളൊരു ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാണെന്ന് നോക്കി ഇവരുടെ ഒരു അവസ്ഥ. അതിൽ ആ ഒരു ഡയമണ്ട് അത് രാത്രി ഉറങ്ങാണ്ടിരുന്നൊക്കെയാണ് ആ സംഭവം മോഷ്ടിക്കേണ്ട ഇതിൽ പോകേണ്ടത്. പക്ഷേ അവർക്ക് അവരുടെ ഡയമണ്ട് ഉണ്ടെന്നോ ഇതൊന്നും ഒരു ശ്രദ്ധയില്ല. എല്ലാവരും പോയി കിടന്നുറങ്ങി. ഇത് 24 hours റൺ ചെയ്യുന്ന ടാസ്ക് ആണെന്ന് ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഡയമണ്ട് അടിച്ചു മാറ്റാനായിട്ട് രാത്രിയും അവർക്ക് ടൈം യൂസ് ചെയ്യാം. അതൊന്നും ഇവർക്ക് ഒരു ചിന്തയില്ല. ഇവർക്ക് വേറെ ഏതോ വഴി കൂടി പോണ കുറേ കണ്ടസ്റ്റുകളാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ജിൻഡോ ആണെങ്കിൽ ആത്മാർത്ഥത കൂടി പോയതിൻ്റെ പ്രശ്നം. ജിൻഡോ ടാസ്കിലോട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ അവിടെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നിൽക്കുന്ന ജിൻഡോനെ കാണുന്നത്. പക്ഷേ ജിൻഡോനെ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്ത്, കുറച്ചും കൂടി ഫൺ എലമെൻറ്റ്സ് ജിൻഡോനെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ജിൻഡോ ഭയങ്കര ഓവർ സിൻസിയറായി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ അങ്ങനെ നിന്നാലും ജിൻഡോ അത്യാവശ്യം കോയിന് ഇതിൻ്റെ ഇടയിൽ കൂടി നേടേണ്ടത്. അത് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്.
പിന്നെ ഈ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ പുറത്തുള്ള റെബൽ ടീം ഉണ്ടല്ലോ, സൈഡ് ടീം, അവർ പുറത്താക്കിയാണ്. അവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അവർ അതിൻ്റെ ചിപ്പ് മാറ്റി അത് റീപ്രോഗ്രാം ചെയ്ത് അകത്തോട് തിരിച്ചു വിടുന്ന ഒരു സിറ്റുവേഷനാണ് കൊണ്ടത്. സംഭവം ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല കോമഡി ആക്കാൻ പറ്റിയൊരു കാര്യമാണ്. അവിടെ അപ്പോൾ ഈ റസ്മിനായാലും നോറയ്ക്കായാലും ജാസ്മിനെ എങ്ങനെയാണ് പുറത്താക്കണം? റസ്മിന് ഇന്നലെ ഒരു ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞിട്ട് ജാസ്മിൻ ക്ഷമിച്ചകത്ത് കയറ്റിയതാണെന്നുള്ളൊരു ഇതുപോലും കൺസിഡറേഷൻ പോലും കൊടുക്കാണ്ടാണ് ജാസ്മിനെ അത് പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇതാകുകയാണ്. ഋഷിക്കൊക്കെ ദേഷ്യം പറയണം, ഋഷിയൊക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ജാസ്മിനെ തിരിച്ചെടുക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ. പറ്റില്ല. ഋഷി HR അല്ലേ, മാനേജ്മെൻ്റ് അല്ലല്ലോ. മാനേജ്മെൻറ്റ് അവിടെ നിൽക്കുമ്പോൾ ഋഷിയാണ് അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്. അൻസിബ പിന്നെ പുറകെ എന്നുള്ള ചൈരഡ് വലിയ മാത്രമേ ഉള്ളൂ, മുന്നിൽ ഇറങ്ങി കളിക്കുന്നില്ല. പുറകിൽ നിന്നാൽ അൻസിബക്ക് ബെഡി കയറിയെന്നാലേ അൻസിബ നിലപാടുകൾ പുറത്ത് പറയുള്ളൂ. ബാക്കിൽ നിന്നുള്ള പരിപാടി അൻസിബ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കട്ട നെഗറ്റീവായി. ഈ വീക്കിൽ ബാക്കിയുള്ള നോമിനേഷൻ എല്ലാം ക്യാൻസൽ ചെയ്ത് ഈ പവർ ടീമിനെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒറ്റെണ്ണം ഉണ്ടാവില്ല, എല്ലാം പോകും, ഉറപ്പുള്ള കാര്യമാണ്. അത്രയ്ക്ക് നെഗറ്റീവായിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഗബ്രിയും അപ്സരയൊക്കെ കൂടിയുള്ള ഒരു പവർ ടീമാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നി അവരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള പവർ ടീം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഒരു തരത്തിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിലാണ് ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലൈവിൽ ഇപ്പോൾ ഏകദേശം ഗെയിം തീരുമാനമായിട്ടുണ്ട്. സ്വയതയും സാബുമോനും കൂടി അത്യാവശ്യം നല്ല പ്ലാനിങ്ങൾ ഉള്ളിൽ കൂടി നടത്തുന്നുണ്ട് ജിൻഡോയെ വെച്ചിട്ടൊക്കെ. അവർക്ക് ജിൻഡോയുടെ ടീം പവർ ടീമായിട്ട് മത്സരിക്കണം എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ട്. അവർ അത്യാവശ്യം പോയിന്റും കാര്യങ്ങളെല്ലാം ജിൻഡോ കൊടുക്കുന്നുണ്ട്. ജിൻഡോ അതനുസരിച്ച് നല്ല രീതിയിൽ അവരെ ഗസ്റ്റുകളെ പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിൽ ജിൻഡോ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ജിൻഡോ ഗസ്റ്റ് പറയുന്ന എല്ലാ കാര്യം ചെയ്തു. ഇടയ്ക്ക് ജിൻഡോൻ്റെ ചില തഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജിൻഡോ നിൽക്കേണ്ട രീതിയിൽ നിന്ന് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ശ്രീരേഖയുടെ കാര്യം പറയുന്നത്. നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ട. ആരെങ്കിലുമൊക്കെ 1-2 വോട്ട് കൊടുക്കും. അപ്പോൾ അവൻ 2 ദിവസമായിട്ട് കിടന്ന് പറ്റാത്ത പരിപാടിയൊക്കെ ഇരുന്ന് ചെയ്യണ പോലെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സാധാവുമാണ് കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ, വോട്ടിനും കോയിനൊക്കെ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ. അത്രയെങ്കിലും ചെയ്യുന്നുണ്ട് ഒരാൾ. അതവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ പവർ ടീമിലിരിക്കുന്ന വാഴകൾ വെച്ച് നോക്കുമ്പോൾ ഇവരെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറയാം. പെർഫോം ചെയ്യുന്നുണ്ട്, വെറുപ്പിക്കലോ എന്തോ ആയിക്കോട്ടെ, പെർഫോം ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പവർ ടീമിൻ്റെ കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യരേഖ താഴെ പോയി തന്നെ പറയണം. അത്രക്ക് ഒരു നിലവാരമില്ലാത്ത രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രശ്നിക്കുന്ന ആളുകളുടെയൊക്കെ ഗെയിമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലാസിക് ടാസ്ക് കോളമാക്കി. ബിഗ് ബോസ് വിളിച്ച് അവരോട് പറഞ്ഞതുപോലെ തന്നെ കോളമാക്കി എന്ന് തന്നെ പറയണം. നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഒരു നിലവാരം വെച്ചിട്ട് ഈ ഒരു കണ്ടസ്റ്റന്റുകൾക്ക് ഏത് ടാസ്ക് കൊടുത്താലും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ പിടിച്ചിട്ടേ നമ്മൾ ഈ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ ഈ സീസൺ 6 നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാൻ ഒരു നല്ല കണ്ടന്റ് നമുക്ക് കിട്ടില്ല. ഇവർ തമ്മിലുള്ള ഈ കൂട്ടാടി, ബിഗ് ബോസിന് പൊതുവേ ഉള്ളൊരു ചീത്തപ്പേരാണ്. കുറേ പേര് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതും തല്ലുപിടിക്കുന്നതൊക്കെ അല്ലേ. ഇത് കണ്ടിട്ട് എന്ത് കാണാനാണ്, എന്ത് കിട്ടാനാണെന്നൊക്കെ ആളുകൾ ചോദിക്കും, ബിഗ് ബോസ് കാണാത്തവർ. ഇപ്പോൾ അപ്പോൾ നമുക്ക് വാദിക്കാൻ പറ്റുമായിരുന്നു ഇത് അതൊന്നും അല്ല, ഇത് മൈൻഡ് ഗെയിമാണ്, അങ്ങനത്തെ ഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ പറ്റും. പക്ഷേ സീസൺ 6 വെച്ച് നമുക്ക് അങ്ങനെ വാദിക്കാൻ പറ്റില്ല. ഇതിൽ കൂട്ടാടി മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലും ഉയർന്നു വരാത്തൊരു ഷോ ആയിപ്പോയി. നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ 6. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് സംസാരിക്കാം. അതുവരെ ബൈ.